സോണിയാഗാന്ധി പൂ ചൂടിക്കണ്ടിട്ടില്ല. സോണിയയ്ക്ക് ഇനി പൂവിൻ്റെ കൃഷിയുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കും. പക്ഷേ സോണിയ കർഷക സ്ത്രീയാണ്. പൂക്കൃഷി. കർഷക സ്ത്രീ എന്നല്ലേ പറഞ്ഞ? അതെ, കർഷക സ്ത്രീ. പൂവാണ് കൃഷി ചെയ്യുന്നത്. സോണിയയുടെ പൂക്കൃഷി എവിടം വരെയായി? അവർ കമല നെഹ്റു സ്മാരക ട്രസ്റ്റ്, കമല നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ സാക്ഷാൽ നെഹ്റുവില്ലേ, ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ രോഗിണിയായ ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ കമല നെഹ്റുവിനെ ജനുവയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും നമ്മുടെ നാരായണൻ നമ്പ്യാർ കൂടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന് സ്ഥാനപതിയൊക്കെ ആകാനൊക്കെ പറ്റി. അതുകൊണ്ട് അപ്പോൾ 125 ഏക്കർ 2003 കമല നെഹ്റു ട്രസ്റ്റിന് പതിച്ചു കൊടുത്തു. അത് വ്യവസായ പാർക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് ഇത് പതിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് അനധികൃതമാണ്, ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അലഹാബാദിലെ ഹൈക്കോടതി നേരത്തെ ഇത് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ കമല നെഹ്റു ട്രസ്റ്റ് അപ്പീൽ കൊടുത്തു സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇത് റദ്ദാക്കി. ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് സോണിയാഗാന്ധി. പൂവിടെ പൂ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വ്യാവസായിക സ്ഥലത്താണല്ലോ 125 ഏക്കർ കൊടുത്തിരുന്നതും പൂ പറിക്കുന്നതൊക്കെ വ്യവസായമാണോ? അത് തന്നെയാണ്. അതുമല്ല, 2003 അപേക്ഷിച്ചിട്ട് 2-ാം മാസം അന്ന് മായാവതിയായിരുന്നു അവിടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി. 2-ാം മാസം ഇവർക്ക് ഇത് അനുവദിച്ചു കൊടുത്തു. ചോദിച്ചുടനെ കൊടുത്തു. 120 ഏക്കർ അല്ലേ? അപ്പോൾ 125 ഏക്കർ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇതിൻ്റെ അകത്ത് പ്രോപ്പർ ഇവാലുവേഷൻ നടന്നിട്ടില്ല. വളരെ വ്യക്തമാണത്. ഇവർ പറഞ്ഞിരുന്നത് പൂക്കൃഷിക്കാണെന്നൊക്കെ ഉള്ളതാണ്. അതിന് വലിയൊരു പഠനമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പൂക്കൃഷി ഇതിൽ വരില്ലല്ലോ. ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഉദ്ദേശിച്ച വ്യവസായത്തിലൊന്നും വരുന്നതല്ല. അത് ഫ്ലോറിക്കൾച്ചർ വേറെ പരിപാടിയാണ്. അതിൻ്റെതായ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. ഇവരുദ്ദേശിക്കുന്ന വില കിട്ടുന്ന പൂക്കൾ എന്ന് പറയുന്ന സംഗതി. എന്തായാലും പൂ പറിക്കുന്ന ലാഘവത്തോടെ 2 ദിവസം കൊണ്ട് 125 ഏക്കർ ഭൂമി കിട്ടി. അതെടുത്ത് ഇപ്പോൾ കളയുകയും ചെയ്തു. ഈ ഉത്തർപ്രദേശ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവരാണ് ഇത് കൊടുത്തിരുന്നത്. ഈ 125 ഏക്കർ ഇവർക്ക് കൊടുത്തത്. സുൽത്താൻപൂരിലാണ് 125 ഏക്കർ കൊടുത്തത്. ഇത് കമല നെഹ്റു മെമ്മോറിയൽ ട്രസ്റ്റ് KNMT, സൂര്യകാന്ത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കോടീശ്വര സിംഗ്, ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ അപ്പീൽ തള്ളിയത്. അപ്പോൾ ഇവർക്ക് കുറച്ച് പണം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടേ പറഞ്ഞിരുന്നു. ഈ കമല നെഹ്റു ട്രസ്റ്റ് ഒരു നോമിനൽ തുക, ഇത്ര ഏക്കറിന് ഇത്ര തുക കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നത് ഒന്നും സമയത്തിന് അടച്ചില്ല. പിന്നെ പലിശ ഇതിൻ്റെ അകത്ത് കൂടിക്കൊണ്ടിരുന്നു. ഇവർ കത്തയച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ സോണിയാഗാന്ധി ആണല്ലോ എല്ലാ ഇളവിന് കിട്ടണമല്ലോ. ഹിമാചൽ പ്രദേശിൽ പ്രിയങ്കയ്ക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തൊക്കെ നിയമം മാറ്റി മന്ത്രിസഭ തീരുമാനിച്ചിട്ടല്ലേ. നമുക്കൊന്നും പോയി മേടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ ആ സമയത്ത്, അതിർത്തിയിലാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ ഇളവിന് കത്തെഴുതിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല, ഇത് അങ്ങനത്തെ ട്രസ്റ്റാണ്. പിന്നെ പലിശ കൂടി വന്നപ്പോൾ അതിലും ഇളവ് ചോദിച്ച് കത്തുകൾ എഴുതാൻ തുടങ്ങി. ആകെ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇളവുകളും പലിശ ഇളവുകളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് കുഴപ്പത്തിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അലഹാബാദ് ഹൈക്കോടതി എതിരായിട്ട് വിധിച്ചല്ലോ. ആ സമയത്ത് ഉത്തർപ്രദേശ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇത് ജഗദീഷ്പൂർ പേപ്പർ മിൽസിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനവും കോടതി റദ്ദാക്കി. കാരണം അതും ധൃതിയിലെടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിൻ്റെ അകത്തും മര്യാദയ്ക്ക് വേറെ എന്തോ താല്പര്യങ്ങളാണ്, അഴിമതിയാണ് എന്നുള്ളത് കൊണ്ട് അതും ഇനി മര്യാദയ്ക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ടെൻഡറൊക്കെ വിളിച്ച് മര്യാദയ്ക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമല നെഹ്റു മെമ്മോറിയൽ ട്രസ്റ്റ് ക്രോണിക് ഡിഫോൾട്ടർ എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി വീഴ്ച വരുത്തുന്ന, പണം അടയ്ക്കാതിരിക്കുക. ഇത് തന്നെ ചോദിച്ച പണം കിട്ടാനാണ്. അവരുടെ മൊത്തം ചരിത്രം നോക്കിയപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്തത്. അതാണ്. അപ്പോൾ ഭൂമി കൊടുത്തതിൽ പബ്ലിക് ട്രസ്റ്റിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടില്ല. കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കണമല്ലോ. അല്ലാതെ വിദേശങ്ങളിലേക്ക് സോണിയാഗാന്ധി കയറ്റി അയച്ചിട്ട്
ജനത്തിന് എന്ത് ഗുണമാണ്? അവർ നാഷണൽ ഹെറാൾഡ് തന്നെ അല്ലേ തട്ടിയെടുത്ത് 1500 കോടി ഉണ്ടാക്കിയിരിക്കുകയാണ്. 50 ലക്ഷം കൊടുത്തിട്ട് വാടകയൊക്കെ അടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇവാലുവേഷൻ നടന്നില്ല. ഇതിൻ്റെ ഹർജി കോടതിയിലിരിക്കെ, ഈ ഹർജി അപ്പീൽ കോടതിയിലിരിക്കെയാണ് ഉത്തർപ്രദേശ് വ്യവസായ വികസന കോർപ്പറേഷൻ ആ ജഗദീഷ്പൂർ പേപ്പർ മിൽസിന് സ്ഥലം കൊടുത്തത്. അതും തെറ്റായിപ്പോയി. കാരണം ഹർജിയിൽ തീരുമാനമായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു ആക്രാന്തം കാണിച്ചു ഉത്തർപ്രദേശ് വ്യവസായ കോർപ്പറേഷൻ. ഇതൊക്കെ പണ്ടാണ്, മായാവതിയൊക്കെ, ഈ കാലത്തൊന്നുമല്ല. അപ്പോൾ ജനത്തിനെന്ത് ഗുണം, എന്താണ് ക്രെഡൻഷ്യൽസ് ഈ ട്രസ്റ്റിൻ്റെ, എന്താണ് ഈ സുരക്ഷിതത്വ സംവിധാനങ്ങൾ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, തൊഴിലവസരം എത്ര സൃഷ്ടിക്കും, പരിസ്ഥിതി ആഘാതം എത്ര, ഇതൊന്നും പഠിക്കാതെ 2 മാസം കൊണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഖജനാവിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രിവിലേജ് വരേണ്യ വിഭാഗത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ധൃതി ഇതിൽ കണ്ടതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പൂക്കൃഷിക്ക് വേണ്ടി സുൽത്താൻ പീരിലെ ജഗദീഷ്പൂർ ഉത്തൽവ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഉത്തൽവ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ചുറ്റും വേറെ വ്യവസായങ്ങളൊക്കെ ആയിരിക്കില്ലേ വരില്ലേ, ആണി ഉണ്ടാക്കുന്നതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് പൂവിൻ്റെ കൃഷി എങ്ങനെയാണ്? 2017 അലഹാബാദ് ഹൈക്കോടതി, ഞാൻ കമന്റ് ഒന്നും പറയുന്നില്ല, ആളുകൾ തെറ്റിദ്ധരിക്കും, 1975 തുടങ്ങിയ ട്രസ്റ്റാണിത്. ഇനി കമലാ നെഹ്റു സ്മാരക ട്രസ്റ്റ് എന്താണ്? കമല എന്നുള്ള പേരിൽ കമല താമര പൂവുണ്ട് പേരില്ലേ? അതാണ്. സോണിയ പുഷ്പമുണ്ടോ? താമര എന്ന് പറയുന്ന പൂവ് BJPയുടേതാണ്, അത് കോൺഗ്രസിൻ്റെ അല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ 1975 തുടങ്ങി. സോണിയ എന്നുള്ള പേര് പൂവൊന്നുമില്ലല്ലോ, ഒരു പൂവില്ല. തുടങ്ങി. ഡാലിയ ഉണ്ടല്ലേ? അതുണ്ട്, ഡാലിയ, ജാസ്മിൻ, അതൊക്കെ വളർത്താനായിരിക്കും. 1975 തുടങ്ങിയ ട്രസ്റ്റ്. പ്രയാഗ്രാജിൽ കമലാ നെഹ്റു സ്മാരക ആശുപത്രി ഉണ്ട് ഇവർക്ക്. 1931 തുടങ്ങിയ ആശുപത്രി. ഇതൊരു ഡിസ്പെൻസറി ആയിട്ട് കമലാ നെഹ്റു അവരുടെ വീട്ടിൽ കോൺഗ്രസ് ഡിസ്പെൻസറി എന്ന് പറഞ്ഞിട്ട് 2-3 മുറിയിൽ തുടങ്ങിയതാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ഒക്കെ ആവുന്ന സമയത്തൊക്കെ ആകുന്നത്. ഡിസ്പെൻസറി ആയിട്ട് 31 തുടങ്ങി. ഗാന്ധി നെഹ്റു കുടുംബം ഉണ്ടല്ലോ, ഗാന്ധി എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബം ഡ്യൂപ്ലിക്കേറ്റ്. ഈ കമലാ നെഹ്റു ട്രസ്റ്റിൽ പ്രിയങ്ക വദ്രയും അംഗമാണ്. അപ്പോൾ ഇവരുടെ പാട്ടത്തിന് സ്ഥലം കൊടുത്തതൊക്കെ ഈ ആശുപത്രിക്കുമൊക്കെ അതുമൊക്കെ എക്സ്പയറി ആയി എന്ന് പറഞ്ഞിട്ട് വേറെ കേസ് ഉണ്ടായിരുന്നു. പാട്ട കാലാവധി കഴിഞ്ഞിട്ട് ഇവർ സ്ഥലത്ത് തുടരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല. കാരണം അവർ ഈ രാജ്യത്തെ ഒരു എലീറ്റ് കുടുംബം, രാജകുടുംബം അല്ലേ? ഇല്ല, അവർ സ്വാതന്ത്ര്യം നേടിത്തന്ന കുടുംബം. പിന്നെ അപ്പോൾ സോണിയാഗാന്ധി അവിടെ ഇറ്റലിയിൽ പണ്ട് രാജീവ് ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം നേടിയെടുക്കലായിരുന്നു പരിപാടി. അത് ഇറ്റലിയിലല്ല, മറ്റേ ബ്രിട്ടനിൽ പഠിക്കുന്ന റെസ്റ്റോറൻറ്റിൽ. അല്ല, സോണിയാഗാന്ധിയുടെ അമ്മയാണ് മറ്റേ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളായ മറ്റേ നാസി ബന്ധമുള്ളത്. അപ്പോൾ കമലാ നെഹ്റു അവരുടെ വീടായിരുന്ന സ്വരാജ് ഭവനിൽ തുടങ്ങിയ ഡിസ്പെൻസറി. ഗാന്ധിയാണ് പിന്നീട് കല്ലിട്ടത്, മഹാത്മാഗാന്ധി ആശുപത്രിക്ക്. സംഭാവന കുറേ പിരിച്ചും കൊടുത്തു ഗാന്ധി. എന്നിട്ട് 1941 ഫെബ്രുവരി 28 ആശുപത്രി തുറന്നതും ഗാന്ധി സംഭാവന പിരിച്ചു കൊടുത്താണല്ലോ. 1936 കമലാ നെഹ്റു മരിച്ച ദിവസം, അതാണ് ഈ ഫെബ്രുവരി 28 എന്ന് പറയുന്നത്. ഇവർക്ക് ഈ സർക്കാരിൻ്റെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വ്യാജ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ അർദ്ധനഗ്നനായ ഫക്കീർ കൂട്ടായിരുന്നല്ലേ? ആണല്ലോ. അദ്ദേഹം പട്ടേലിനെ മറ്റേ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയില്ലല്ലോ. ആക്കാതിരിക്കാനും ചിലർക്ക് അവിഹിതമായി രാജ്യത്തിന്റെ സ്വത്തുക്കളെല്ലാം കിട്ടാനുള്ള എല്ലാം വളഞ്ഞ വഴിയും ഈ ഒറ്റമുണ്ട് കൊടുക്കുന്ന മനുഷ്യൻ ചെയ്തു കൊടുത്തിരുന്നു. ജവഹർലാൽ നെഹ്റു, അത് മോത്തിലാൽ നെഹ്റു ഗാന്ധിയെ പലതരത്തിലുവേ മകനെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മോത്തിലാൽ നെഹ്റു ചെയ്തു കൊടുത്തിരുന്നു. ആ നെഹ്റൂസ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ച, ഓക്സ്ഫോർഡ് ഇറക്കിയ ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് ചില മുറികളിൽ ഡിസ്പെൻസറി. ഇതിൻ്റെ ആദ്യത്തെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു, കമലാ നെഹ്റു, മദൻ മോഹൻ മാളവ്യ, ബിധാൻ ചന്ദ്ര റോയ്, ഡോക്ടർ മുഖ്യമന്ത്രിയായിരുന്നല്ലോ ബംഗാളിൽ, ഉമാശങ്കർ ദീക്ഷിത്, വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യത്തെ ട്രസ്റ്റ് മെമ്പേഴ്സ്. ആദ്യം ആശുപത്രി ഉണ്ടാക്കിയപ്പോൾ 40 കിടക്ക.
28 അത് സൗജന്യ ചികിത്സയ്ക്ക് കൊടുക്കും. ഇന്ന് 350 കിടക്കേണ്ട, അതിൽ 175 സൗജന്യ ചികിത്സ എന്ന് പറയുന്നു. പക്ഷേ ഈ ആശുപത്രിക്ക് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ സഹായമുണ്ട്. സോറോസിൻ്റെ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ നേരത്തെ ആന്ധ്രയിലുമൊക്കെ ഈ ആദിവാസികൾക്കിടയിൽ ചില കുത്തിവയ്പ്പുകളൊക്കെ മരുന്ന് പരീക്ഷണം നടത്തിയ കേസൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ മരിച്ചു പോയതുമൊക്കെ. കമല നെഹ്റു റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊന്ന് 1987 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തുറന്നു. അപ്പോൾ ആ സമയത്ത് കമല നെഹ്റു ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി. ഇപ്പോൾ സോണിയാഗാന്ധി പ്രസിഡൻറ്റ്, ട്രസ്റ്റ് പ്രസിഡൻറ്റ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ദിര ഈ കമല നെഹ്റു ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇന്ന് ഇതിൻ്റെ അകത്തുള്ള ട്രസ്റ്റിലെ അംഗങ്ങൾ ആദിത്യ മിറ്റൽ, പണക്കാരനാണല്ലോ, അരവിന്ദ് പാൻഗ്രിയ, പ്രിയങ്ക വാദ്ര, രാഹുൽ ഗാന്ധി, പിന്നെ VH മാലേഗാം, ഡോക്ടർ മധുചന്ദ്ര സെക്രട്ടറി. അയാൾ ഡോക്ടറാണ്. ഒരു ആശുപത്രിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഡോക്ടറെ പിടിച്ച് സെക്രട്ടറിയൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും 125 ഏക്കർ പോയി. കോൺഗ്രസ് സർക്കാരായിരുന്നു UP-യിലും കേന്ദ്രത്തിലുമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ പൂ മുതൽ പാഷാണം വരെ കാശടിക്കാനുള്ള പരിപാടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.